നവകേരള സദസ്സിൽ സമൂഹത്തിൻ്റെ സമസ്ത മേഖലയിലുള്ള ജനവിഭാഗങ്ങളെത്തിയിരുന്നു. പൗരപ്രമുഖരുണ്ട്, അതിൽ സാംസ്കാരിക രംഗത്തുള്ളവരുണ്ട്, സിനിമാ രംഗത്ത് ഉള്ളവരുണ്ട്. അതിൽ പങ്കെടുത്തവരെല്ലാം മുഖ്യമന്ത്രിയുമായി നവീന ആശയങ്ങൾ പങ്കുവച്ചു. മുഖ്യമന്ത്രി അതിന് മറുപടിയും പറഞ്ഞു. ഇപ്പോൾ തലസ്ഥാനത്ത് തന്നെ ഉള്ള പ്രിയപ്പെട്ട കേരളത്തിൻ്റെ ചലച്ചിത്ര നടൻ കൂടിയായ പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനാണ്. അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വം കൂടി വഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം. സ്വാഭാവികമായും പല നിർദ്ദേശങ്ങൾ ഇവിടെ കേട്ടയാളാണ്, നിർദ്ദേശങ്ങൾ വച്ചയാളാണ്. ഈ നവീന ആശയത്തെ മന്ത്രിസഭയാകെ മുഖ്യമന്ത്രി മന്ത്രിമാരും ജനങ്ങളിലേക്ക് സമ്പൂർണ്ണ ക്യാബിനറ്റ് എത്തുകയാണ്. രാവിലെ പൗരപ്രമുഖരുടെ യോഗം ചേരുന്നു. അവിടെ നിർദ്ദേശങ്ങൾ കേൾക്കുന്നു, മുഖ്യമന്ത്രി സശ്രദ്ധം കേൾക്കുന്നു, കുറിച്ചെടുക്കുന്നു, അതിന് മറുപടി പറയുന്നു. തുടർന്ന് അത്തരം കാര്യങ്ങളിൽ പരിഹാരമുണ്ടാകുന്ന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. എങ്ങനെയാണ് ഈ നവീന ആശയത്തെ നടനെന്ന നിലയിൽ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ നോക്കിക്കാണുന്നത്? അല്ല, നടൻ ചലച്ചിത്ര അക്കാദമി അതവിടെ നിൽക്കട്ടെ. ഞാൻ ഒരു പൗരൻ എന്ന നിലയിൽ വളരെ അഭിമാനത്തോടു കൂടി കാണുകയാണ് നവകേരള സദസ്സ്. ഞാനത് വേറെ ഒന്ന് രണ്ട് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഇത് ജനാധിപത്യത്തിൽ തന്നെ ഒരു സമാനതകളില്ലാത്ത ഒരു വലിയ മാതൃകയായിട്ട് മാറുകയാണ്. ലോകത്തിങ്ങനെ ഒരു ജനാധിപത്യ മാതൃക മുമ്പുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ, പക്ഷെ അവിടെയും ജനങ്ങൾ തന്നെയാണ് ഏറ്റവും പരമാധികാരികൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഭരണകൂടം ഒന്നാകെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എല്ലാം ചേർന്ന് ഭരണ സംവിധാനം മുഴുവൻ തങ്ങളെ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ സമീപത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, സർക്കാരിൻ്റെ ഭാവി കേരളത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, സർക്കാർ നേരിടുന്ന ചില പ്രതിസന്ധികൾ കൂടിയുണ്ട്. അത് പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ. ഇത്തരം കാര്യങ്ങൾ സമൂഹവുമായിട്ട് തുറന്ന് സംവദിക്കുകയും ഓരോ ഇടങ്ങളിലും ചെന്നിട്ട് അവിടെ ആ പ്രദേശത്തിൻ്റെ ഉൾത്തുടുപ്പുകൾ അറിയുന്ന ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ ആ പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നു, ആ പ്രദേശത്തിൻ്റെ ഭാവിയിലെ വികസന സാധ്യതകളെക്കുറിച്ച് അറിയുന്നു. ഇവിടെ വലിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മുമ്പ് കേരളം ഭരിച്ചിരുന്ന ഭരണാധികാരികൾ തങ്ങൾ ഭരിക്കുന്ന തങ്ങളുടെ ഭരണത്തിന് കീഴിലുള്ള ആ ഒരു പ്രദേശം, കേരളമെന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ എല്ലാ ഇടവും കണ്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രിയും സർക്കാരും ഈ 140 നിയോജക മണ്ഡലങ്ങളിലും നേരിട്ടെത്തുകയാണ്. അതായത് കേരളത്തെ സമഗ്രമായി കാണുന്നു, ആ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ സമഗ്രമായി അറിയുന്നു. അതിലൂടെ ഒരു ഭാവി കേരളത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, വ്യക്തമായ ഒരു രൂപരേഖ തയ്യാറാക്കപ്പെടുകയാണ്. ഇതൊരു ഭരണ സംവിധാനമൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുഴുവൻ ഒരു വല്ലാത്ത ഊർജം പകർന്നുകൊണ്ട് ഒരു സർക്കാർ സംവിധാനം, സർക്കാർ കൂടെയുണ്ട്, ഒപ്പമുണ്ട് എന്ന് ജനങ്ങളുടെ അടുത്ത് ചെന്ന് അവർ നേരിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതൊരു സമാനതകളില്ലാത്ത ഒരു മാതൃകയായിട്ട് മാറുന്നു. ഇവിടെ ഇങ്ങനെ ഒരു മഹത്തായ ആശയം സൃഷ്ടിച്ചതിന്, അത് വളരെ ഇച്ഛാശക്തിയോടുകൂടി അവധാനതയോടുകൂടി അത് നടപ്പാക്കിയതിന്, അതിലൂടെ ഒരു സമൂഹത്തെ മുഴുവൻ ഉണർത്തിയതിന്, ആ സമൂഹത്തെ ഒരു വലിയ ഒരു മുന്നേറ്റത്തിലേക്ക് ഒറ്റക്കെട്ടായി അവരെ ഒന്ന് അണിനിരത്താൻ ഉള്ള ഒരു വലിയ പ്രേരക ശക്തിയായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് മാറുകയാണ്. അപ്പോൾ ഇതെല്ലാം വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രഭാത സദസ്സിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ, വളരെ ക്രിയാത്മകമായ ഭാവി കേരളത്തെക്കുറിച്ചുള്ള വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഞാൻ ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ വികസന സാധ്യതകളെക്കുറിച്ചൊക്കെ പറയാൻ ആഗ്രഹിച്ച് വന്ന ഒരാളാണ്. പക്ഷേ അത് നമ്മുടെ ഷാജി എൻ കരുൺ സാറൊക്കെ വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു. പക്ഷേ ഒരു തിരുവനന്തപുരത്തുകാരൻ എന്നുള്ളതിൽ ഞാൻ വെച്ച ഒരു നിർദ്ദേശം, ഇപ്പോൾ ഈ നമ്മുടെ അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞത്തൊക്കെ വളരെ ശ്ലാഘനീയമായി തന്നെ വളരെ ഇച്ഛാശക്തിയോടുകൂടി സർക്കാർ അത് യാഥാർത്ഥ്യമാക്കി. ആ സർക്കാരിന് ഇവിടെ ഒരു കാലത്ത് കേരളത്തിൻ്റെ കോവളം മുതൽ അങ്ങേ അറ്റം വരെയുള്ള ഒരു ജലപാത, ദേശീയ ജലപാതയുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഈ പാർവതി പുത്തനാറിൻ്റെയൊക്കെ ഒരു നവീകരണത്തിലൂടെ അങ്ങനെ ഒരു ജലപാത വീണ്ടും യാഥാർത്ഥ്യമാക്കിയാൽ അത് കേരളത്തിൻ്റെ ഒരു വലിയ വികസനത്തിന്, കേരളത്തിൻ്റെ മുഴുവനുമുള്ള ഒരു വലിയ വികസനത്തിന്, ഒരുപക്ഷേ ഈ സിംഗപ്പൂർ പോലെയോ അല്ലെങ്കിൽ അതിനും അപ്പുറമോ ഒക്കെയുള്ള ഒരു വലിയ വികസന സാധ്യത ടൂറിസം മേഖലയിലൊക്കെ, കാരണം കേരളത്തിൻ്റെ ഒരു തീരം മുഴുവൻ ഇങ്ങനെ ഉള്ളൊരു വലിയ ഒരു ജലപാത അത് നമുക്ക് യാഥാർത്ഥ്യമാക്കിയാൽ കേരളമെന്ന് പറയുന്നത് ഈ ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാട്, അത് ഏറ്റവും വലിയൊരു വികസനത്തിൻ്റെ ഒരു വലിയ കുതിപ്പായിട്ട് കൂടി അത് മാറും. അങ്ങനെ ഒരു നിർദ്ദേശം കൂടി ഇതിൽ വയ്ക്കുകയുണ്ടായി. അത് മുഖ്യമന്ത്രി അത് സശ്രദ്ധം അത് കേട്ടു. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലൊക്കെ വലിയൊരു പ്രതീക്ഷാനിർഭരമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു സാർ.
താങ്ക് യു. ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ കൂടിയായ പ്രേംകുമാർ പ്രത്യേകിച്ച് തലസ്ഥാനത്തെ പ്രിയപ്പെട്ട കലാകാരനാണ്. നമ്മൾ അദ്ദേഹത്തെ ദൂരദർശൻ എന്ന് പറയുന്ന ചാനൽ, ഈ പറയുന്ന നമ്മുടെ സ്വകാര്യ ചാനലൊക്കെ വരുന്നതിന് മുമ്പ് എപ്പിസോഡായി ആദ്യത്തെ വിവിധ സീരിയൽ ലംബോ കവിതകളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പി കൃഷ്ണപിള്ളയുടെ ജീവചരിത്രം സിനിമയാക്കിയപ്പോൾ നടനായി അവതരിപ്പിച്ച, നടനായി അഭിനയിച്ചയാളാണ്. ചലച്ചിത്ര രംഗത്ത് വലിയ പാരമ്പര്യമുണ്ട്, നാടകരംഗത്ത് വലിയ പാരമ്പര്യമുണ്ട്, സീരിയൽ രംഗത്തും അതോടൊപ്പം തന്നെ ടെലിവിഷൻ മേഖലയിൽ വലിയ പാരമ്പര്യമുണ്ട്. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനാണ്, സംഘാടകനാണ്. അത്തരമൊരാളാണ് ഈ നവകേരള സദസ്സിൻ്റെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത ശേഷം ഈ സർക്കാരിൻ്റെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെ, നിലപാടുകളെ അഭിനന്ദിച്ചത്. അദ്ദേഹത്തിന് കൈരളി ന്യൂസിന് വേണ്ടി എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു.